നമസ്കാരം. ശനി ഉദിക്കാൻ ഇനി 10 നാളുകൾ മാത്രമാണ് മുന്നിലുള്ളത്. ശനി മീനത്തിൽ പ്രവേശിക്കുന്ന അതേ ദിവസം തന്നെ സൂര്യഗ്രഹണവും സംഭവിക്കുന്നുണ്ട്. ശത്രുഗ്രഹങ്ങൾ ഒരേ ദിവസം സർവശക്തിയിൽ നിലകൊള്ളാൻ പോകുന്ന ദിവസമാണ് ഇനി വരാനായി പോകുന്നത്. അതിനാൽ തന്നെ ഓരോ ദിവസം കഴിയും തോറും ശനിയുമായി ബന്ധപ്പെട്ട ശക്തി ഓരോ രാശിക്കാരിലും പ്രകടമായി തുടങ്ങുന്നതുമാണ്. മാർച്ച് 20 ആകുന്നതോടെ ശനി ഉദയത്തിന് 9 ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുക. ശനിയുടെ ശക്തി കൂടുതലായി വർദ്ധിക്കുന്ന ദിവസങ്ങൾ കൂടിയാണ് നാളെയും മറ്റന്നാളും. അതിനാൽ ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാർക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാവുന്ന സാഹചര്യമാണ് ജീവിതത്തിലുള്ളത്. ഏതെല്ലാം കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി തീരും എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഓം ശനീശ്വരായ നമഃ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. മേടം രാശി. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക, ആദ്യകാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജോലി വേഗത്തിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന ദിവസങ്ങൾ തന്നെയാണ് മുൻപിലുള്ളത്. പലരിൽ നിന്നുമായി ലഭിക്കാനുള്ള പണം അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ ഈ സമയം ഒരല്പം കൂടുതലായി തന്നെ പരാമർശിക്കാം. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ദോഷകരമായ കാര്യങ്ങൾ തരണം ചെയ്യുവാൻ സാധിക്കുന്ന 2 ദിവസങ്ങൾ തന്നെയാണ് മുൻപിലുള്ളത്. ജോലിയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധയോടെ പ്രവർത്തിക്കുന്നത് ഏറ്റവും ശുഭകരമായി തീരും. പണം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതായ സാഹചര്യങ്ങളുണ്ട്. അതല്ല എങ്കിൽ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കുടുംബത്തിൽ സന്തോഷം നൽകുന്നതായ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലുള്ള 2 ദിവസങ്ങൾ തന്നെയാണ് മുൻപിലുള്ളത്. മുൻപ് വിഷമിപ്പിച്ചതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ 2 ദിവസം നേട്ടങ്ങളിലേക്ക് എത്തിക്കുകയോ അത്തരം ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുകയോ ചെയ്യാം. കുടുംബക്കാരുമായി ബന്ധപ്പെട്ട് പിന്തുണ ലഭിക്കുവാൻ സാധ്യത അഥവാ അത്തരം യോഗം കൂടുതലായുള്ള ദിവസങ്ങൾ തന്നെയാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ കൂടുതൽ വിജയ സാധ്യത വർദ്ധിക്കുന്നതായ ദിവസങ്ങൾ തന്നെയാണ് വരുന്ന 2 ദിവസങ്ങൾ. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി ഭവിക്കും. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അഥവാ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ 2 ദിവസങ്ങൾ സന്തോഷവും സമൃദ്ധിയും ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ ദിവസങ്ങൾ തന്നെയാക്കുന്നു. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളുമുണ്ട്. അതിൽ ചിലതെങ്കിലും നേടിയെടുക്കുവാൻ സാധിക്കുന്ന സമയം വന്നു ചേരാം. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. ഭൗതികമായ സുഖങ്ങൾ വർദ്ധിക്കുന്നതായ ദിവസങ്ങൾ തന്നെയാണ് മുൻപിലുള്ളത്. സമാധാനവും സന്തോഷവും വർദ്ധിക്കുവാൻ അത്തരം സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ബിസിനസ് ചെയ്യുന്നവർക്ക് അല്പം നേട്ടങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. സാമ്പത്തിക സ്രോതസ്സുകളിൽ നിന്നും ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. അത് ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്ന് പോലും ധനം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം അല്പം നേടിയെടുക്കുവാൻ സാധിക്കും. പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്ന ദിവസങ്ങൾ തന്നെയാണ് മുൻപിലുള്ളത്. തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. വിചാരിച്ച രീതിയിൽ തന്നെ ജോലികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാകുന്നു. സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. കുട്ടികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരും. കുട്ടികളുമായി യാത്രകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. അവർക്ക് ആഗ്രഹിച്ചതായ സാധനങ്ങൾ, വസ്തുക്കൾ വാങ്ങി നൽകുവാൻ സാധിക്കും. മാതാപിതാക്കളിൽ നിന്നും ഉപദേശങ്ങൾ കേൾക്കുക. വിവാഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകൾ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്ന ദിവസങ്ങൾ തന്നെയാണ് മുൻപിലുള്ളത്. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബാംഗങ്ങളുടെ, വേണ്ടപ്പെട്ടവരുടെ, സുഹൃത്തുക്കളുടെ പിന്തുണ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം.
വിചാരിച്ചതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നുവരും. കൂടാതെ ഈ സമയം വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ലഭിക്കുക, ശുഭകരമായ വാർത്തകൾ കേൾക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ സമയമാകുന്നു. കൂടാതെ പ്രധാനമായും പ്രതികൂലമായ സാഹചര്യങ്ങൾ പോലും നിങ്ങൾക്ക് ക്ഷമയോടെ അനുകൂലമാക്കി തീർക്കുകയോ അത്തരം കാര്യങ്ങൾ തരണം ചെയ്യുവാനോ സാധിക്കും. സ്വത്ത് തർക്കങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കും എങ്കിൽ പോലും അത് ശരിയാണ് എന്ന് ഉറപ്പുവരുത്തുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നതായ സമയമാകുന്നു. പ്രശസ്തി വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ക്ഷമയോടെ തന്നെ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ തന്നെയാണ് വന്നു ചേരുക. പുതിയ ബന്ധങ്ങൾ സൃഷ്ടിക്കുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. നേട്ടങ്ങൾ സ്വന്തമാക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കുടുംബാന്തരീക്ഷം നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. അനുകൂലമായ പ്രവൃത്തികൾ, സന്തോഷകരമായ കാര്യങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള പ്രവൃത്തികൾ ചെയ്യുവാനുള്ള സാധ്യത ഈ സമയം വളരെ കൂടുതലാകുന്നു. ഈ 2 ദിവസങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. വൃശ്ചികം രാശി. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരാണ് വൃശ്ചികം രാശിയിൽ വരുന്നത്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഫലങ്ങൾ, അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദിവസങ്ങൾ തന്നെയാണ് മുൻപിലുള്ളത്. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. പല ഉപദേശങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. കുടുംബകാര്യങ്ങളിൽ പോലും വളരെയധികം ശ്രദ്ധ പുലർത്തുക, കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ശത്രു ശല്യങ്ങൾ കുറയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം ലഭിക്കുന്നതായ ദിവസം തന്നെയാണ് ഈ 2 ദിവസങ്ങൾ. സന്തോഷം വർദ്ധിക്കുകയും ജോലിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശ്രദ്ധ പുലർത്തുവാൻ സാധിക്കും. ബിസിനസ്സിൽ നിന്നും ലഭിക്കുന്നതായ ലാഭം അത് നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അല്പം കൂടുതലാകുവാനുള്ള സാധ്യതകളുണ്ട്. മാനസിക പിരിമുറുക്കങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കും. സൗഭാഗ്യങ്ങൾ പോലും ഇവരെ തേടിയെത്താം. ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുക, സമ്മാനങ്ങൾ ലഭിക്കുക, ശുഭവാർത്തകൾ കേൾക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. കൂടാതെ ഈ സമയം പ്രധാനമായും മറ്റുള്ളവരിൽ നിന്നും അനുകൂലമായ കാര്യങ്ങൾ, ധനപരമായ ചില സഹായങ്ങൾ ലഭിക്കാവുന്നതാണ്. പല കാര്യങ്ങളിലും ക്ഷമയോടെ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ കടന്നു വരാം. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിൽ നൽകും. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക, കാര്യ തടസ്സങ്ങൾ അകലുക, ഉദ്ദിഷ്ടകാര്യസിദ്ധി ജീവിതത്തിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ധനപരമായ നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. എന്നാൽ പണം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തണം. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതായ ദിവസങ്ങൾ തന്നെയാണ് വരുന്ന 2 ദിവസങ്ങൾ. പ്രധാനമായും ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക.